നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. ശമ്പളം വാങ്ങുന്ന ഓരോ വ്യക്തിക്കും അവരുടെ സാലറി സ്ലിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ഇത് നിങ്ങളുടെ വരുമാനം, കിഴിവുകൾ, അലവൻസുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നൽകുന്നു. സാലറി സ്ലിപ്പ് എന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ടാക്സ് ഫയൽ ചെയ്യുന്നതിനും ലോണുകൾ എടുക്കുന്നതിനും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കും അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശരിയായ അവബോധം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. സാലറി സ്ലിപ്പ് വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുകയും അതിനനുസരിച്ച് സാമ്പത്തിക ആസൂത്രണം നടത്താനും സാധിക്കുന്നു. സാലറി സ്ലിപ്പിൽ പലതരം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ബേസിക് സാലറി, ഇതാണ് നിങ്ങളുടെ സാലറി സ്ലിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങളുടെ മൊത്തം സാലറിയുടെ ഒരു നിശ്ചിത ശതമാനം ബേസിക് സാലറി ആയിരിക്കും. ഇത് നിങ്ങളുടെ തസ്തിക, വൈദഗ്ധ്യം, പ്രവൃത്തി പരിചയം, കമ്പനിയിലെ നിയമങ്ങൾ തുടങ്ങി വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന വരുമാനം ഇതാണ്. ബേസിക് സാലറി കൂടുന്നതിനനുസരിച്ച് മറ്റ് ആനുകൂല്യങ്ങളിലും മാറ്റങ്ങൾ വരാം. കാരണം പല അലവൻസുകളും ബേസിക് സാലറിയുടെ ഒരു ശതമാനമായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും നിയമന സമയത്തും നിങ്ങളുടെ ബേസിക് സാലറിയെ കുറിച്ച് വ്യക്തമായി ചോദിച്ചറിയുന്നത് നല്ലതാണ്. 2. അലവൻസുകൾ. അലവൻസുകൾ എന്നത് നിങ്ങളുടെ ബേസിക് സാലറിക്ക് പുറമെ കമ്പനി നിങ്ങൾക്ക് നൽകുന്ന അധിക ആനുകൂല്യങ്ങളാണ്. ഓരോ കമ്പനിയും വ്യത്യസ്ത തരത്തിലുള്ള അലവൻസുകൾ നൽകാം. ഇവ ജീവനക്കാരുടെ ജീവിത ചിലവുകൾ കുറയ്ക്കുന്നതിനും പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനും വേണ്ടി കമ്പനികൾ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. സാധാരണയായി കാണുന്ന ചില അലവൻസുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഹൗസ് റെന്റ് അലവൻസ്. താമസ വാടകയ്ക്ക് നൽകുന്ന തുകയുടെ സഹായമായി കമ്പനി നൽകുന്ന അലവൻസ് ആണിത്. നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ HRAയുടെ ഒരു ഭാഗം നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. HRA നികുതി ഇളവിനായി ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ വാടക രസീതുകളും വാടക കരാറും ആവശ്യമായി വരും. അടുത്തത് ഡിയർനെസ് അലവൻസ്. ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ ജീവനക്കാരുടെ സാലറിയിൽ നൽകുന്ന അധിക തുകയാണിത്. പണപ്പെരുപ്പം കൂടുമ്പോൾ ജീവനക്കാരുടെ വാങ്ങൽ ശേഷി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമാണ് DA സാധാരണയായി കാണുന്നത്. DA ബേസിക് സാലറിയുടെ ഒരു നിശ്ചിത ശതമാനമായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഇനി മെഡിക്കൽ അലവൻസ്. ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചിലവിനായി കമ്പനി നൽകുന്ന തുകയാണിത്. ചില കമ്പനികൾ മെഡിക്കൽ ഇൻഷുറൻസുകളും നൽകുന്നു. മെഡിക്കൽ അലവൻസുകൾ ലഭിക്കുമ്പോൾ ചികിത്സാ രേഖകൾ സമർപ്പിക്കേണ്ടി വന്നേക്കാം. അടുത്തത് യാത്രാ അലവൻസ് അല്ലെങ്കിൽ കൺവേയൻസ് അലവൻസ്. ജോലിക്കായി യാത്ര ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്ക് യാത്രാ ചെലവുകൾക്കായി നൽകുന്ന തുകയാണിത്. ഓരോ കമ്പനിയുടെയും നയമനുസരിച്ച് ഈ അലവൻസിൽ മാറ്റങ്ങൾ വരാം. ചില കമ്പനികൾ യാത്രാ ചെലവുകൾക്ക് റീഇംബേഴ്സ്മെന്റും നൽകാറുണ്ട്. ലീവ് ട്രാവൽ അലവൻസ്. ജീവനക്കാർ അവധിക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾക്കായി കമ്പനി നൽകുന്ന അലവൻസ് ആണിത്. വർഷത്തിൽ ഒരു നിശ്ചിത തവണ LTA ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇതിലും നികുതി ഇളവുകൾ ലഭിക്കും. LTA ക്ലെയിം ചെയ്യുമ്പോൾ യാത്രാരേഖകൾ സമർപ്പിക്കേണ്ടി വരും. അടുത്തത് പ്രൊജക്ട് അലവൻസ്. പ്രത്യേക പ്രൊജക്റ്റുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നൽകുന്ന അധിക വരുമാനമാണിത്. പ്രൊജക്റ്റിന്റെ സ്വഭാവം, ദൈർഘ്യം എന്നിവ അനുസരിച്ച് ഈ അലവൻസിൽ മാറ്റങ്ങൾ വരാം. ഇനി വിദ്യാഭ്യാസ അലവൻസ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കമ്പനി നൽകുന്ന തുകയാണിത്. ചില കമ്പനികൾക്ക് ഇതൊരു നിശ്ചിത തുകയായിരിക്കും. മറ്റു ചില കമ്പനികൾ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് തുകയിൽ മാറ്റം വരുത്തും. അടുത്തത് പെർഫോമൻസ് അലവൻസ് അല്ലെങ്കിൽ ഇൻസെന്റീവ്. ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കമ്പനികൾ നൽകുന്ന പ്രോത്സാഹന സമ്മാനമാണിത്. ഇത് സാധാരണയായി ടാർഗറ്റ് അടിസ്ഥാനത്തിലേക്കുള്ള ജോലികളിൽ ഉണ്ടാവാറുണ്ട്. സ്പെഷ്യൽ അലവൻസ്. മുകളിൽ പറഞ്ഞ അലവൻസുകളിൽ പെടാത്തതും എന്നാൽ കമ്പനി ജീവനക്കാർക്ക് നൽകുന്നതുമായ മറ്റ് ആനുകൂല്യങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നു. സാലറി സ്ലിപ്പിൽ അടങ്ങിയിരിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ഘടകമാണ് കിഴിവുകൾ. സാലറിയിൽ നിന്ന് കുറവ് ചെയ്യുന്ന തുകകളാണ് കിഴിവുകൾ. ഇനി പ്രധാന കിഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവിഡന്റ് ഫണ്ട്.
ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും വിഹിതം ചേർന്ന് ജീവനക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക പദ്ധതിയാണിത്. PF തുക ജീവനക്കാരുടെ സാലറിയിൽ നിന്ന് കിഴിവ് ചെയ്യും. PF അക്കൗണ്ട് ഒരു ദീർഘകാല നിക്ഷേപമാണ്. ഇതിന് നികുതി ആനുകൂല്യങ്ങളുമുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ചിലവ് കുറഞ്ഞ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. ESI തുക സാലറിയിൽ നിന്ന് കിഴിവ് ചെയ്യും. കുറഞ്ഞ വരുമാനമുള്ള ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇത് വളരെ പ്രയോജനമാണ്. തൊഴിൽ നികുതി സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന നികുതിയാണിത്. ഇത് ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തപ്പെട്ടിരിക്കും. ചില സംസ്ഥാനങ്ങളിൽ ഇത് മാസത്തിലൊരിക്കലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ വർഷത്തിലൊരിക്കലുമാണ് അടയ്ക്കേണ്ടി വരുന്നത്. ആദായ നികുതി ഇത് നിങ്ങളുടെ വരുമാനത്തിന്മേൽ സർക്കാർ ഈടാക്കുന്ന നികുതിയാണ്. നിങ്ങളുടെ വരുമാന പരിധി അനുസരിച്ച് TDS കിഴിവ് ചെയ്യും. TDS ഓരോ സാമ്പത്തിക വർഷത്തിലെയും നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് കണക്കാക്കുന്നു. ലോൺ തിരിച്ചടവ് നിങ്ങൾ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMI തുക സാലറിയിൽ നിന്ന് കിഴിവ് ചെയ്യാം. മറ്റ് കിഴിവുകൾ ഇവയിൽ സഹകരണ സംഘങ്ങളിലേക്കുള്ള വിഹിതം, യൂണിയൻ ഫീസ്, കമ്പനി നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള തുക എന്നിവ ഉൾപ്പെടാം. സാലറി സ്ലിപ്പ് എങ്ങനെ പരിശോധിക്കാം? ഓരോ മാസത്തിലെയും സാലറി സ്ലിപ്പ് ശ്രദ്ധയോടെ വായിക്കുക. ഇമെയിൽ ലഭിക്കുന്ന സാലറി സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ബേസിക് സാലറി, അലവൻസുകൾ, കിഴിവുകൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഓരോ മാസവും സാലറി സ്ലിപ്പ് താരതമ്യം ചെയ്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സാലറി സ്ലിപ്പിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ HR അല്ലെങ്കിൽ അക്കൗണ്ട്സ് വിഭാഗവുമായി ബന്ധപ്പെടുക. തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവരെ അറിയിച്ച് തിരുത്തുക. സാലറി സ്ലിപ്പ് ഒരു പ്രധാനപ്പെട്ട രേഖയായതുകൊണ്ട് അത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്തും നികുതി അടയ്ക്കുന്ന സമയത്തും ഇത് ആവശ്യമായി വരും. സാലറി സ്ലിപ്പിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും സംശയമുണ്ടെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കുക. സാലറി സ്ലിപ്പിനെ കുറിച്ച് ശരിയായ ധാരണയുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് വളരെ പ്രയോജനകരമാണ്. സാലറി സ്ലിപ്പ് നിങ്ങളുടെ സാമ്പത്തിക രേഖകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കൃത്യമായി മനസ്സിലാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.